നാട്ടിൽ വന്നതിന് ശേഷം ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചൊരു കാര്യമാണ് എണ്ണ കാച്ചല്. സൗദിയിലെ ചൂടും അതുപോലെ തന്നെ ക്ലോറിൻ വാട്ടറുള്ള കുളിയൊക്കെ കാരണം ഹെയർ മൊത്തത്തിൽ അങ്ങ് ഡാമേജ് ആയെന്ന് തന്നെ പറയാം. ഇവിടെ നാട്ടിലായിരുന്നപ്പോൾ മമ്മി ഇടയ്ക്കിടയ്ക്ക് എണ്ണയൊക്കെ കാച്ചി തല നിറയെ എണ്ണയൊക്കെ തേച്ച് തരുമായിരുന്നു. ഇടക്കാലം കൊണ്ട് അതൊക്കെ നിന്നുപോയി. അപ്പൊ ഇന്നത്തെ പരിപാടി എണ്ണ കാച്ചലാണ്. എണ്ണ കാച്ചാനായിട്ട് ഞാനിവിടെ നല്ല നാടൻ ചെമ്പരത്തിയുടെ ഇതളുകള്, കറ്റാർ വാഴ, കുറച്ച് തുളസിയിലേക്ക് ഒരു പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറുന്തോട്ടിയാണ് കേട്ടോ. ഇതിന്റെ ഇലകളല്ല, വേരാണ് നമ്മൾ എണ്ണ കാച്ചാനായിട്ട് എടുക്കുക. ഇതേപോലെ വേര് ചീമ്പി എടുക്കും. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് ഇടിച്ചു പിഴിഞ്ഞിന്റെ നീരാണ് എണ്ണ കാച്ചാനായിട്ട് നമ്മൾ എടുക്കാറ്. വളരെയധികം മെഡിസിനൽ വാല്യൂ ഉള്ള ഈ ഒരു കുറുന്തോട്ടി വേരൊക്കെ നമ്മുടെ പാടത്തും തൊടിയിലും ഒക്കെ ഇപ്പോഴും സുലഭമാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ കൈയുണ്യം. ഇതില്ലാതെ എന്ത് എണ്ണ കാച്ചില്ലല്ലേ. ഇതെല്ലാം മമ്മിയാണ് കേട്ടോ പാടത്തും പറമ്പിലൊക്കെ നടന്ന് പറിച്ചു കൊണ്ടുവന്നത്. ഇനി ഇതെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി മിക്സിയിൽ അടിച്ചെടുക്കണം. ഇപ്പൊ ഈ കാണിച്ചത് മാത്രമല്ല കേട്ടോ, വേറെ കുറച്ച് ഐറ്റംസ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില, നീലാമ്പരി, ബ്രഹ്മി, പച്ച നെല്ലിക്ക, പിന്നെ സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളി. ഈ കൂട്ടത്തിൽ ഞാൻ ഒരാളെ വിട്ടുപോയി, നമ്മുടെ സ്വന്തം വേപ്പില. അപ്പൊ എല്ലാം കൂടെ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ നീര് മാത്രമായിട്ട് അരിച്ചെടുത്ത് വേണമെന്നുണ്ടെങ്കിൽ എണ്ണ കാച്ചാം. അതല്ലാതെ ഇതിന്റെ കീടൻ ഉൾപ്പെടെ എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ്. ദാ ഇപ്പൊ തന്നെ കണ്ടില്ലേ, കൈവച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തപ്പോ തന്നെ ആ ബ്ലാക്ക് കളർ കയ്യിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത്. മുടിക്ക് നല്ല കറുത്ത നിറം കിട്ടാനായിട്ട് ഈ പറഞ്ഞ നീലാമ്പരിയും അതുപോലെ തന്നെ കയ്യുണ്ണിയൊക്കെ ബെസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ എണ്ണ കാച്ചിലും പരിപാടികളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാവേ.